ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയുടെ പ്രോബ്ലം ഓഫ് സെൻട്രൽ സ്റ്റേറ്റ് ഫൈനാൻഷ്യൽ റിലേഷൻസ് ഇൻ ഇന്ത്യ എന്താണെന്ന് മനസ്സിലാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പ്രോബ്ലം ഓഫ് സെൻട്രൽ സ്റ്റേറ്റ് ഫൈനാൻഷ്യൽ റിലേഷൻസ് ഇൻ ഇന്ത്യ. നമുക്ക് എന്താണ് ഈ പ്രോബ്ലം എന്ന് മനസ്സിലാക്കാം. അതായത് ദ പ്രോബ്ലം ഓഫ് സെൻട്രൽ സ്റ്റേറ്റ് ഫൈനാൻഷ്യൽ റിലേഷൻസ് ഇൻ ഇന്ത്യ, അതായത് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ ഒരു ഫൈനാൻഷ്യൽ റിലേഷൻസിലുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അതായത് ഇത് പ്രൈമർലി എറൈസസ് ഡ്യൂ ടു ദ ഇംബാലൻസ് ബിറ്റ്വീൻ ദ റവന്യൂ റേസിംഗ് പവേഴ്സ്. അതായത് റവന്യൂ റേസിംഗ് പവേഴ്സ്, ടാക്സ് കളക്ഷനിലൂടെയൊക്കെ റവന്യൂ റേസ് ചെയ്യുന്ന പവേഴ്സ്, അത് കൂടുതലും സെൻറ്റർ ആണ്. മനസ്സിലായില്ലേ? അപ്പം പവേഴ്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ റെസ്പോൺസിബിലിറ്റീസ്, അതായത് ചിലവ് കൂടുതൽ വഹിക്കുന്നതും സെൻറ്റർ ആണ്. അതായത് കേന്ദ്രമാണ് കൂടുതൽ ഈ റവന്യൂ ലഭിക്കുന്നതും ചിലവുകൾ നടത്തുന്നതും കേന്ദ്രമാണ്, കേന്ദ്ര ഗവൺമെന്റ്. എന്നാൽ സംസ്ഥാന ഗവൺമെന്റിനും ഇതിനൊരു പങ്കുണ്ട്. അപ്പം ഇവർ തമ്മിലുള്ള ആ ഒരു കോൺഫ്ലിക്റ്റ് ആണ് ഈ പ്രോബ്ലത്തിന് കാരണമാകുന്നത്. ഓഫ് ദ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ്. ഓക്കെ, യൂണിയൻ ഗവൺമെന്റ് വെച്ചാൽ സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് വെച്ചാൽ സംസ്ഥാന ഗവൺമെന്റുകൾ. ഓക്കെ, ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോളോസ് എ ക്വാസി ഫെഡറൽ സ്ട്രക്ചർ. അതായത് ഇന്ത്യൻ ഭരണഘടന ക്വാസി ഫെഡറൽ സ്ട്രക്ചർ ആണ് ഫോളോ ചെയ്യുന്നത്. ഇത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വേർ ഫൈനാൻഷ്യൽ പവേഴ്സ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ബിറ്റ്വീൻ ദ സെന്റർ ആൻഡ് ദ സ്റ്റേറ്റ്സ്. മനസ്സിലായില്ലേ? അതായത് കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും ആ ഒരു ഫൈനാൻഷ്യൽ പവേഴ്സ്, സാമ്പത്തികമായിട്ടുള്ള ആ ഒരു അധികാരങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. രണ്ടുപേർക്കും കുറച്ച് പവേഴ്സ് ഉണ്ട്. ബട്ട് ദ സെന്റർ എൻജോയ്സ് ഗ്രേറ്റർ കൺട്രോൾ. നേരത്തെ പറഞ്ഞ പോലെ കേന്ദ്ര ഗവൺമെന്റാണ് കൂടുതൽ പവർ എൻജോയ് ചെയ്യുന്നത് ഓവർ റവന്യൂ റിസോഴ്സസ്. ആ റവന്യൂ റിസോഴ്സസ്, കൂടുതൽ ടാക്സ് കളക്ഷൻ അങ്ങനെയുള്ള എല്ലാ റവന്യൂ റിസോഴ്സിനും കൂടുതൽ പവർ കേന്ദ്രത്തിനാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകുന്നുണ്ട്. ദിസ് ലീഡ്സ് ടു സെവറൽ ഇഷ്യൂസ് വിച്ച് ആർ ഡിസ്കസ്ഡ് ബിലോ. ആ പ്രശ്നങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമത് വെർട്ടിക്കൽ ഇംബാലൻസ് ആണ്. അതായത് സെൻട്രൽ വേഴ്സസ് സ്റ്റേറ്റ്സ്. അതായത് ഈ ഒരു വെർട്ടിക്കൽ ഇംബാലൻസ് എന്ന് പറയുന്നത് ദ യൂണിയൻ ഗവൺമെന്റ് ഹാസ് മോർ ടാക്സേഷൻ പവേഴ്സ്. ഏതൊക്കെയാണ് യൂണിയൻ, അതായത് കേന്ദ്ര ഗവൺമെന്റ് ഉപയോഗിക്കുന്ന ടാക്സുകൾ ഏതൊക്കെയാണ്? ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ് ആൻഡ് കസ്റ്റം ഡ്യൂട്ടീസ്. ഇതൊക്കെ കേന്ദ്ര ഗവൺമെന്റ് പിരിക്കുന്ന ടാക്സുകളാണ്. വേറാസ് സ്റ്റേറ്റ് ഹാവ് ലിമിറ്റഡ് സോഴ്സസ് ഓഫ് റവന്യൂ. ഏതൊക്കെയാണ് സംസ്ഥാന ഗവൺമെന്റ് റവന്യൂ വരുമാന മാർഗ്ഗങ്ങൾ? വാറ്റ്, എക്സൈസ് ഓൺ ലിക്കർ, ഓക്കെ, ആൻഡ് സ്റ്റാമ്പ് ഡ്യൂട്ടി. അതായത് മദ്യത്തിന്റെ മുകളിൽ ചുമത്തുന്ന ആ ഒരു എക്സൈസ്, പിന്നെ സ്റ്റാമ്പ് ഡ്യൂട്ടി, വാറ്റ്, ഇതൊക്കെയാണ് സംസ്ഥാന ഗവൺമെന്റിനുള്ള ആ ഒരു വരുമാന മാർഗം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സ്റ്റേറ്റ്സ് ഡിപ്പെൻഡ് ഹെവിലി ഓൺ ഗ്രാൻസ് ഇൻ എയ്ഡ്. അതായത് ഗ്രാൻസ് ഇൻ എയ്ഡ്, അതായത് കേന്ദ്രത്തിൽ നിന്ന് കേന്ദ്രത്തിന്റെ ആ ഒരു സഹായത്തിന് വേണ്ടിയിട്ട് ആ ഒരു ആശ്രയമാണ് സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുക. അത് കൂടുതൽ കേന്ദ്ര ഗവൺമെന്റിനെ ആശ്രയിക്കേണ്ടി വരും. ആൻഡ് ഡിവോഷൻ ഓഫ് ടാക്സ്, ആ ടാക്സ് വിട്ടുകൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് റിക്വസ്റ്റ് ചെയ്യേണ്ടത് കുറച്ച് ടാക്സിന്റെ അധികാരമോ അല്ലെന്നുണ്ടെങ്കിൽ ആ ടാക്സ് കളക്ഷനിൽ നിന്ന് ലഭിച്ച കുറച്ച് തുകയ്ക്ക് വേണ്ടിയിട്ടൊക്കെ റിക്വസ്റ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഫ്രം ദ സെന്റർ. ദിസ് ലിമിറ്റ്സ് ദെയർ ഫൈനാൻഷ്യൽ ഓട്ടോണമി. അതായത് അവരുടെ സ്വയം ഭരണാധികാരത്തിനെ അവർ ലിമിറ്റ് ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു സംവിധാനം എന്ന് പറയുന്നത്. അടുത്തത് ഹൊറിസോണ്ടൽ ഇംബാലൻസ് ആണ്. അതായത് സ്റ്റേറ്റ്, സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ആ ഒരു ഇംബാലൻസിനെയാണ് ഹൊറിസോണ്ടൽ ഇംബാലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നേരത്തെ പറഞ്ഞത് വെർട്ടിക്കൽ ഇംബാലൻസ്, സ്റ്റേറ്റും സെൻട്രലും തമ്മിലുള്ളത്. ഓക്കെ, അപ്പം ഹൊറിസോണ്ടൽ ഇംബാലൻസ് നോക്കാം. റിച്ചർ സ്റ്റേറ്റ്സ് ലൈക്ക് മഹാരാഷ്ട്ര ആൻഡ് തമിഴ്നാട്, അതായത് തമിഴ്നാട്, മഹാരാഷ്ട്ര പോലുള്ള സമ്പന്നമായ സംസ്ഥാനങ്ങൾ ജനറേറ്റ് മോർ റവന്യൂ, കൂടുതൽ വരുമാനം അവർക്ക് കിട്ടുന്നുണ്ട്. വൈൽ പുവറർ സ്റ്റേറ്റ്സ് ലൈക്ക് ബീഹാർ, ഉത്തർപ്രദേശ്, ഇങ്ങനെയുള്ള പാവപ്പെട്ട സംസ്ഥാനങ്ങൾ സ്ട്രഗിൾ വിത്ത് ഫൈനാൻഷ്യൽ കൺസ്ട്രെയിൻസ്, അവർക്ക് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഹൊറിസോണ്ടൽ ഇംബാലൻസിൽ വരുന്നത്. ദിസ് ലീഡ്സ് ടു ഡിസ്പാരിറ്റീസ് ഇൻ ഡെവലപ്മെന്റ് ആൻഡ് ഗവേണൻസ് അക്രോസ് സ്റ്റേറ്റ്സ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു രാജ്യത്തിന്, കേന്ദ്രത്തിന് ഇപ്പോൾ ഈ സംസ്ഥാനങ്ങളെല്ലാം ഭരിച്ചുകൊണ്ട് പോകുന്നതിൽ ഒരു ഡിസ്പാരിറ്റീസ്, ഒരു അന്തരം അനുഭവപ്പെടും. അടുത്തത് ഡിലേസ് ആൻഡ് ഡിസ്ക്രീഷൻ ഇൻ ഫണ്ട് ട്രാൻസ്ഫേഴ്സ്. അതായത് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ള കാലതാമസവും ആ ഒരു വേർതിരിവും. ഓക്കെ, അതായത് ദ സെൻട്രൽ ട്രാൻസ്ഫേഴ്സ് ഫണ്ട്സ് ടു സ്റ്റേറ്റ്. നമുക്കറിയാം, അത് കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റുകൾക്ക് പണം കൊടുക്കുന്നുണ്ട് ത്രൂ ഫൈനാൻസ് കമ്മീഷൻ. അത് ഏതിലൂടെയാണ്? ഫൈനാൻസ് കമ്മീഷന്റെ റെക്കമെൻഡേഷൻസിലൂടെ, സെൻട്രലി സ്പോൺസേർഡ് സ്കീംസിലൂടെ, ഒരുപാട് സ്കീമുകളുണ്ടല്ലോ, ആ സ്കീമുകളിലൂടെ, ആൻഡ് ഗ്രാൻസ് അനുവദിക്കുന്നുണ്ട്. ഇതിലൂടെയൊക്കെയാണ് കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റുകൾക്ക് പണം കൊടുക്കുന്നത്. ഹൗവർ ഡിലേസ് ആൻഡ് ഡിസ്ക്രിഷണറി അലോക്കേഷൻ, അതായത് കാലതാമസം ഉണ്ടാകുന്നതും ഇങ്ങനെ വേർതിരിവ് ഉണ്ടാകുന്നതും ഓഫൺ ക്രിയേറ്റ് ഫൈനാൻഷ്യൽ സ്ട്രെസ് ഫോർ സ്റ്റേറ്റ്സ്. അതായത് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഒരു സ്ട്രെസ് സംസ്ഥാനങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ദ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, GST വരവോട് കൂടി, ഹാസ് ഓൾസോ റെഡ്യൂസ് ദ ഇൻഡിപെൻഡന്റ് ടാക്സേഷൻ പവർ ഓഫ് സ്റ്റേറ്റ്സ്. സംസ്ഥാന ഗവൺമെന്റുകളുടെ അവിടെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ടാക്സേഷൻ പവർ അവിടെ കുറഞ്ഞു. ഓക്കെ, ഇങ്ങനെ വരുമ്പോഴത്തേക്ക് മേക്കിംഗ് ദം മോർ ഡിപെൻഡന്റ് ഓൺ ദ സെന്റർ, കേന്ദ്രത്തെ കൂടുതൽ ആശ്രയിക്കേണ്ടി വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് GST കോമ്പൻസേഷൻ ഇഷ്യൂസ് ആണ്. അതായത് GST വന്നപ്പോഴത്തേക്ക് വിത്ത് GST സ്റ്റേറ്റ്സ് ലോസ്റ്റ് ഓട്ടോണമി, അവരുടെ ആ ഒരു സ്വയം ഭരണാധികാര ആ ഒരു അവകാശം നഷ്ടപ്പെട്ടു. ഓവർ, അതായത് സംസ്ഥാന ഗവൺമെന്റ് ഓവർ ഇൻഡയറക്ട് ടാക്സസ് ആൻഡ്, അതായത് ഇൻഡയറക്ട് ടാക്സിന് മേലുള്ള ആ ഒരു അവകാശം നഷ്ടപ്പെടുകയും, ആൻഡ് വേർ പ്രോമിസ്ഡ് കോമ്പൻസേഷൻ ഫോർ റവന്യൂ ലോസസ്. ആ ഒരു റവന്യൂ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് ആ ഒരു വരുമാനം
നഷ്ടപ്പെട്ടപ്പോഴത്തേക്ക് ആ ഒരു കോമ്പൻസേഷൻ കൊടുക്കാവുന്ന ഒരു പ്രോമിസ് ഉണ്ടായി. എന്നാൽ ഡിലേസ് ഇൻ GST കോമ്പൻസേഷൻ, ആ ഒരു കോമ്പൻസേഷൻ ഡിലേ ആവുകയാണ് ചെയ്തത്. കോമ്പൻസേഷൻ പേയ്മെന്റ്സ് ഹാവ് വർസൻഡ് സ്റ്റേറ്റ്സ് ഫൈനാൻസസ്. അപ്പോഴത്തേക്ക് ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് സംസ്ഥാനങ്ങളുടെ ആ ഒരു ഫൈനാൻസിന്റെ ആ ഒരു സിറ്റുവേഷൻ കൂടുതൽ മോശമായി. അടുത്തത് ബോറോയിങ് റെസ്ട്രിക്ഷൻസ് ഓൺ സ്റ്റേറ്റ്സ്, അതായത് സംസ്ഥാനങ്ങളുടെ ബോറോയിങ്ങിന് മേലുള്ള ആ ഒരു നിയന്ത്രണം. അതായത് ആർട്ടിക്കിൾ 293 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയിലെ ഈ ഒരു ആർട്ടിക്കിളിൽ റെസ്ട്രിക്ട്സ് സ്റ്റേറ്റ്സ് ഫ്രം ബോറോയിങ് ഫ്രീലി, അതായത് കേന്ദ്രത്തിന്റെ അനുമതി ഇല്ലാതെ ബോറോ ചെയ്യുന്നതിൽ നിന്ന് സംസ്ഥാന ഗവൺമെന്റുകളെ വിലക്കി. അപ്പോൾ ദിസ് ലിമിറ്റ്സ് ദെയർ എബിലിറ്റി ടു ഫണ്ട് ഡെവലപ്മെന്റ് പ്രോജക്ട്സ് ഇൻഡിപെൻഡന്റ്, അത് ഇൻഡിപെൻഡന്റ് ആയിട്ട് ആരെയും ആശ്രയിക്കാതെ അവരുടെ സംസ്ഥാന ഗവൺമെന്റുകളുടെ ഇൻഡിപെൻഡന്റ് പ്രൊജക്ടുകളല്ലേ, ഏതൊക്കെയാണ് ഇപ്പോൾ പാലം പണി, റോഡ് വികസനം, ഇങ്ങനെയുള്ള പദ്ധതികൾക്ക് ഫണ്ട് എടുക്കാൻ അവർക്ക് സ്വതന്ത്രമായിട്ട് ഫണ്ട് വിനിയോഗം ചെയ്യാൻ ഇല്ലാതെയായി. അടുത്തത് പൊളിറ്റിക്കൽ കോൺഫ്ലിക്ട്സ് ആൻഡ് ഫിസ്ക്കൽ ഫെഡറലിസം, അതായത് രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നങ്ങൾ. ഓക്കെ, ഇതിൽ വരുന്നത് ദ റൂളിംഗ് പാർട്ടി അറ്റ് ദ സെന്റർ, കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി ഓഫൺ ഇൻഫ്ലുവൻസസ്, അതായത് അവർ സ്വാധീനിക്കുന്നു. ഏതിനെ സ്വാധീനിക്കുന്നു? ഫണ്ട് അലോക്കേഷൻസ് ടു സ്റ്റേറ്റ്സ്, അതായത് സംസ്ഥാന ഗവൺമെന്റുകൾക്ക് കൊടുക്കുന്ന ആ ഫണ്ടിനെ ഇവർക്ക് സ്വാധീനിക്കാൻ കഴിയും. സ്റ്റേറ്റ്സ് ഗവേൺഡ് ബൈ ഒപ്പോസിഷൻ പാർട്ടി, അതായത് സ്റ്റേറ്റ് ഭരിക്കുന്നത് ഒപ്പോസിഷൻ പാർട്ടിയാണ്. അപ്പോഴത്തേക്ക് അവർക്ക് കൊടുക്കേണ്ട ആ ഒരു ഫണ്ടിനെ, ആ ഒരു അലോക്കേറ്റിന്റെ ഫണ്ടിനെ സ്വാധീനിക്കാൻ ഇവർക്ക് കഴിയും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു പൊളിറ്റിസൈസേഷൻ ഉണ്ടാകുന്നു, ഒരു രാഷ്ട്രീയപരമായ പ്രശ്നം ഇവിടെ ഉണ്ടാകുന്നു ഓഫ് ഫൈനാൻഷ്യൽ റിലേഷൻസ്. അപ്പം ഇങ്ങനെ ഒരു ഈ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഈ ഫൈനാൻഷ്യൽ റിലേഷനുമായിട്ട് കൂടിക്കലരുകയാണ് ചെയ്യുന്നത്. അപ്പം വിച്ച് അഫക്ട്സ് കോ ഓപ്പറേറ്റീവ് ഫെഡറലിസം, അതായത് സംഘടിതമായിട്ടുള്ള ഒരു രാജ്യത്തിന്റെ ആ ഒരു കോഓപ്പറേഷനെ ബാധിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ദ ഡിമാൻഡ് ഫോർ ഗ്രേറ്റർ ഫിസ്ക്കൽ ഓട്ടോണമി ബൈ സ്റ്റേറ്റ്സ്, അതായത് സ്റ്റേറ്റ്സിന് എന്ത് വേണം? കൂടുതൽ ഓട്ടോണമി, സ്വയംഭരണാധികാരം വേണം. ഓക്കെ, ഇവരുടെ ആ ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് എസ്പെഷ്യലി ഫ്രം റീജിയൻസ് ലൈക്ക് തമിഴ്നാട് പോലെയുള്ള ആൻഡ് വെസ്റ്റ് ബംഗാൾ പോലെയുള്ള ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങൾക്ക് ഹാസ് ഫർദർ ഇന്റൻസിഫൈഡ് സെൻട്രൽ സ്റ്റേറ്റ് ടെൻഷൻ. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവർക്കൊക്കെ കൂടുതൽ അധികാരം വേണം എന്ന് ആവശ്യപ്പെടുന്ന സ്റ്റേറ്റുകളാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് എന്താണ് കൂടുതലായിട്ടുള്ള ഈ പ്രശ്നം, ഈ പൊളിറ്റിക്കൽ കോൺഫ്ലിക്ട്സ്, ഫിസ്ക്കൽ ഫെഡറലിസം ഒക്കെ എന്താ ചെയ്യും? കൂടുതൽ വർസന്റ് ആവുകയാണ് ചെയ്യുന്നത്. ഇനി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ പോസിബിൾ ആയിട്ടുള്ള സൊല്യൂഷൻസ്, എന്ത് പരിഹാരമാണ് കൊടുക്കാൻ പറ്റുന്നത്? അതായത് ഒന്നാമത്തെ പരിഹാരം എന്ന് പറയുന്നത് സ്ട്രെങ്തനിങ് ഫൈനാൻഷ്യൽ കമ്മീഷൻസ്, അതായത് ഫൈനാൻഷ്യൽ കമ്മീഷൻസിനെ സ്ട്രെങ്തൻ ചെയ്യണം, അവരെ കൂടുതൽ പവർഫുൾ ആക്കണം. ഇതിനു വേണ്ടിയിട്ട് ടു എൻഷുർ ഫെയർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റവന്യൂ കറക്റ്റായിട്ട് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഫെയർ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഉറപ്പ് വരുന്നതിന് വേണ്ടിയിട്ട് ഇവരെ ഫൈനാൻസ് കമ്മീഷനെ സ്ട്രെങ്തൻ ചെയ്യിക്കണം. അത് ഒന്നാമത്തെ സൊല്യൂഷനാണ്. അടുത്തത് എംപവറിംഗ് സ്റ്റേറ്റ്സ് വിത്ത് മോർ ടാക്സേഷൻ പവേഴ്സ്, അതായത് സംസ്ഥാനങ്ങളെ കൂടുതൽ ടാക്സേഷൻ പവർ കൊടുത്തിട്ട് എന്തിനാ കൂടുതൽ എംപവർ ചെയ്യിക്കണം. എസ്പെഷ്യലി ഇൻ സെക്ടേഴ്സ് ലൈക്ക് നാച്ചുറൽ റിസോഴ്സ് പോലെയുള്ള സെക്ടേഴ്സിലാണ് ഇങ്ങനെ ചെയ്യേണ്ടത് എന്നാണ്. ഇതാണ് മറ്റൊരു സൊല്യൂഷൻ. അത് ടൈംലി GST കോമ്പൻസേഷൻ, കറക്റ്റ് ആയിട്ടുള്ള നേരത്തെ ഒരു GSTയുടെ കോമ്പൻസേഷൻ പറഞ്ഞില്ല, അത് കറക്റ്റ് ആയിട്ട് കൊടുക്കണം എന്നുള്ളത്. ടു സ്റ്റേറ്റ്സ് ടു മെയിൻറ്റെയിൻ ഫിസ്ക്കൽ ബാലൻസ്, അവരുടെ ഫിസ്ക്കൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഈ കറക്റ്റ് ആയിട്ട് GST കോമ്പൻസേഷൻ കൊടുക്കണം. അടുത്തത് റെഡ്യൂസിങ് പൊളിറ്റിക്കൽ ബയാസ്, ആ ഒരു നേരത്തെ പറഞ്ഞ ഒരു പൊളിറ്റിക്കൽ ബയാസ് ഉണ്ട് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള പ്രശ്നം, ഈ ഒരു പൊളിറ്റിക്കൽ ബയാസ് ഇൻ ഫണ്ട് അലോക്കേഷൻ. അപ്പൊ ഇങ്ങനെ ഒരു അവരുടെ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി, അപ്പം ഈ പാർട്ടി തന്നെയാണ് സംസ്ഥാനം ഭരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ ഫണ്ട് അങ്ങോട്ട് പോകും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ബയാസ് ഉണ്ട്, ഒരു ചായ്വുണ്ട്, അത് ഇല്ലാതാക്കണം, അത് കുറയ്ക്കണം. ടു എൻഷുർ കോഓപ്പറേറ്റീവ് ഫെഡറലിസം, എന്നാലേ ഒരു കോഓപ്പറേറ്റീവ് ആയിട്ടുള്ള ഒരു രാജ്യം ഒറ്റക്കെട്ടായിട്ട് പോകുന്ന ഒരു ഫെഡറൽ ആയിട്ട് പോകുന്ന ഒരു സംവിധാനം വരത്തുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഇൻ സമ്മറി, സെൻട്രൽ സ്റ്റേറ്റ് ഫൈനാൻഷ്യൽ റിലേഷൻസ് ഇൻ ഇന്ത്യ, അതായത് സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള ആ ഒരു ഫൈനാൻഷ്യൽ റിലേഷൻസ്, ഇന്ത്യയിലെ ആ ഒരു റിലേഷൻ എന്ന് പറയുന്നത് ആർ മാർക്ക്ഡ് ബൈ ഫിസ്ക്കൽ ഇംബാലൻസ് അവിടെ ഉണ്ട്, അത് നോട്ട് ചെയ്തിരിക്കുകയാണ്. ഡിപ്പെൻഡൻസി ഓഫ് സ്റ്റേറ്റ്സ്, സംസ്ഥാനങ്ങളുടെ ആശ്രയത്വം ഓൺ ദ സെൻട്രൽ, കേന്ദ്രത്തിനെ ആശ്രയിക്കുന്ന ഒരു സംവിധാനം ഉണ്ട്, അത് നോട്ട് ചെയ്തിരിക്കുകയാണ്. ആൻഡ് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്, രാഷ്ട്രീയ സ്വാധീനമുണ്ട് ഓവർ ഫൈനാൻഷ്യൽ ഡിസിഷൻസ്, അതായത് സാമ്പത്തികമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോഴത്തേക്ക് അവിടെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു സ്വാധീനം വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നോട്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പം റീഫോംസ് ഇൻ റവന്യൂ ഷെയറിംഗ്, അതായത് റവന്യൂ ഷെയറിംഗിലുള്ള ഒരു പരിഷ്കാരം ആൻഡ് ഫിസ്ക്കൽ ഓട്ടോണമി, അതായത് ഫിസ്ക്കൽ ആയിട്ടുള്ള ഒരു ഓട്ടോണമി, സ്വയംഭരണാധികാരം, ഇങ്ങനെയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ക്യാൻ ഇംപ്രൂവ് ദ സിറ്റുവേഷൻ, ഈ സിറ്റുവേഷൻ ഇംപ്രൂവ് ചെയ്യാൻ കഴിയും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.